പക്ഷെ അതൊന്നുകൂടി പറഞ്ഞുതരാം. കസറത്തുന്നവും അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾ. എപ്പോഴും ഉറങ്ങാ പണി. എന്താ പണി? ഉറങ്ങന്നെ. നാളെ ഒരു കാക്ക നമ്മളപ്പം പോന്നിന് ബഗ്ദാദിക്ക്, ഈജിപ്ത് പോന്നി. ഈജിപ്ത് അയാൾ ദ്വാരക്കാൻ പറഞ്ഞു, ഉസ്താദ് എനിക്ക് പണിയൊന്നുമില്ല, ഇവിടെ വയനാട് ഭാഗത്തൊരു കട ഉണ്ട്, ആ കട ഞാനങ്ങനെ തുറക്കാനൊന്നും പോലില്ല, അപ്പൊ നിങ്ങൾ ദ്വാരക്കണം എനിക്കും വേണ്ടിയാണ്. അപ്പൊ ഇതിനെത്തങ്ങൾക്ക് പണി വെച്ചു. അങ്ങനെ ഇയാൾ പറഞ്ഞ്, ഞാൻ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഉറങ്ങൂല, കാരണം സുബഹി നിസ്കരിച്ച് ഉറങ്ങാൻ പാടില്ലല്ലോ, ഉറങ്ങൂല. ഞാൻ സൂര്യ ഉദിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങുള്ളൂ, എന്നിട്ട് 9 മണി വരെ ഉറങ്ങുന്നതാണ്. എന്നിട്ടോ ചായയൊക്കെ കുടിച്ചും റാഹത്തായി പിന്നെന്താ പണി? പിന്നെ ഉറങ്ങും സാധനം. നല്ല മനുഷ്യയാണ്. അങ്ങനെ ഉച്ച വരെ ഉറങ്ങിയിട്ട് പിന്നെന്ത് ചെയ്യും? ഉച്ചക്ക് മൂപ്പര് എണീറ്റ് തുണിയും കുപ്പായൊക്കെ മാറ്റി കുളിച്ച് നല്ല നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യ മൂപ്പരും കൂടി സംയുക്തമായിട്ട് ഉറങ്ങും. പിന്നെ ഉറങ്ങും. ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ അസർ വരെ ഇയാൾ പിന്നെ ഉറങ്ങും. അസറിന്റെ ദിവസം ഉറങ്ങൂല, ഭ്രാന്തനാവും. അതുകൊണ്ട് അസറിന്റെ ദിവസം ഉറങ്ങൂല, മഗ്‌രിബിന്റെ ദിവസം ഇയാൾ ഉറങ്ങൂല. ശൈത്താൻ നല്ലോണ്ടാണ് നമ്മ മഗ്‌രിബിന്റെ അപ്പോഴൊന്നും ഉറങ്ങും. നല്ല മനുഷ്യനാ. ഇശ കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് നല്ല റാഹത്തോടെ മൂപ്പര് ഹദ്ദാദൊക്കെ ചൊല്ലി രാത്രി പിന്നെ മൂപ്പര് ഉറങ്ങും. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഉറക്കം വരുവാൻ? ഉറങ്ങാതെ ഉസ്താദേ. അപ്പൊ ഞാൻ ഇങ്ങനെ പിന്നെ പറഞ്ഞു, അപ്പൊ എനിക്ക് ആ കട ഒന്ന് വിറ്റ് പോകണം, എന്നാ പിന്നെ ഇവിടെ എന്തെങ്കിലും ചെയ്യാലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, അസ്മാഉൽ ബദർ നേർച്ചാക്കിക്കൂടെ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മൂപ്പര് വിളിച്ച്, ഉസ്താദെ ആ കട വിറ്റാർ, ഇനിയിപ്പോ ഞാൻ എന്താ കാട്ടു വെച്ചു. ഞാൻ പറഞ്ഞു, ഇനി ഉറങ്ങന്നെ, അല്ല ഇനിയിപ്പോ എന്താ കാര്യമായ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇനിയിപ്പോ അതിനെ പറ്റി ആലോചിക്കാനില്ല. അപ്പൊ കസ്റത്തുന്നോ, അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാറാത്ത ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ, അവിടെയും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിന്റെ മുമ്പ് ഒരു നനച്ചുളി നിലക്ക് മാത്രമൊന്നല്ല ഉണ്ടാണ്ട്, ഇടക്കിടക്കേ തട്ടണം. അപ്പൊ ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ, ബാത്റൂമുകൾ വൃത്തിയാക്കാത്ത വീടുകൾ, പരിസരങ്ങൾ വൃത്തിയാക്കാത്ത വീടുകൾ, ആ വീടുകളിലും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില വീടുകളിൽ ചെന്ന് നോക്കിയാൽ ബാത്റൂം കയറിയ മുടിന്റെ കെട്ടൊരു ഭാഗത്ത്, പിന്നെ ചെരുപ്പ് ഒന്ന് വാറ് പൊട്ടിയത് ഒന്ന് പൊട്ടാനുള്ളത് രണ്ടും അവിടെ. അമ്മായിമ്മ കുടിരിക്കലിന് കൊടുന്നതാ, പിന്നെ അത് കഴുകിയിട്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ ഒരു ചെരുപ്പ് വെക്കല. കാരണം പല പെരിയിലും നമ്മൾ കയറാനുള്ളത്. പൈസ കൂടുന്തോറും ആ പെരിയിലെ ബാത്റൂം നന്നാക്കൂല. പൈസ കൂടുന്തോറും വലിയ 2 കോടിന്റെ പെരിക്ക് പോയാൽ ചെരുപ്പ് വേഗം റെഡിയാക്കി വെക്കാം. കാരണം എന്താവില്ല, അവിടുത്തെ പെണ്ണ് 150 പവൻ സ്വർണം കൊടുന്ന പെണ്ണ ഓളുടെ ബാത്റൂം ഒക്കെ ഒഴുകൂല. എല്ലാരെ പറ്റിയല്ലേ പറഞ്ഞ്, എന്നാലും 95% അങ്ങനെ തന്നെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ബാത്റൂം വൃത്തിയാക്കണം. മുടിക്കെട്ട്, സോപ്പിന്റെ ചെളുക്ക, അത് ഇത്, ഷാമ്പൂന്റെ ബോട്ടിൽ ഒന്ന് കഴിഞ്ഞത്, ഒന്ന് കയ്യാളുള്ളത്, ഒന്ന് പുതിയതൊക്കെ അവിടെ തന്നെ. എല്ലാ സംഗതി ബാത്റൂം നല്ല വൃത്തിയാണ്. അപ്പൊ വൃത്തിയില്ലാത്ത വീടുകൾ, അവിടെ ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം